മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണന് കരുണയെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ. കരുണ മുത്തശ്ശിയുടെ പിന്നിൽ പമ്മി നിൽക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കടി എന്ന് പറയുകയാണ്. മുത്തശ്ശി പറയും മോളെ മാറി നിൽക്കുക എന്ന് പറയും. അതിനുശേഷം മുത്തശ്ശി പറയണം കണ്ണ അവളെ അടിക്കരുത് എന്ന് പറയും. ഇവളെ അടിക്കുകയോ, ഇവളെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ തന്നെ മോശമാകും എന്ന് പറയണം കേട്ടോ. ഇവൾക്ക് എൻ്റെ വീട്ടിലല്ലേ പണിയെടുക്കാൻ മടിയുള്ളൂ. പക്ഷേ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഒരു മടി ഉണ്ടാവില്ലല്ലോ. അവിടെ വാർഡന്മാരുണ്ടാകുമല്ലോ, അവരിവളെ കൊണ്ട് ചെയ്യിപ്പിക്കുമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതൊക്കെ പറയുമ്പോൾ കരുണയും മുത്തശ്ശി ആകെ വിഷമത്തോടെയും സങ്കടത്തോടും കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണിയും അതേപോലെ തന്നെ രണ്ടാനമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ അഥവാ ഇവർ പണം ഉണ്ടല്ലോ ഇഷ്ടം പോലെ, പണം കൊടുത്തിട്ട് അവനെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അവൻ അതിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇവൾ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. നിങ്ങളുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ ആ കുഞ്ഞിനെയും കൊണ്ട് തെണ്ടും, അല്ലാതെ ഒരിക്കലും ഇവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കരുണയെ നല്ല പോലെ തന്നെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്കും കരുണയ്ക്കും എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല, നീ എൻ്റെ മുൻപിൽ മാറി നിന്നോ എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണൻ പോവുകയാണ് കേട്ടോ. അതേസമയം കരുണ മുത്തശ്ശിയോട് പറയും, അതാണ് മുത്തശ്ശി പറയുന്നത്, നമുക്ക് ഈ കുഞ്ഞ് വേണ്ട, ഇതിനെ കളയാം എന്ന് പറയുന്നു കേട്ടോ. അയ്യോ മോളെ അങ്ങനെ പറയരുത്, എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ വേണം, ഉണ്ണിയെ നമുക്ക് എങ്ങനെയെങ്കിലും കാല് പിടിച്ചിട്ടായാലും ശരി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം മോളെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെ എങ്ങനെ ജീവിക്കും എന്നിങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. കണ്ണൻ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യുക, പരമാവധി ഞങ്ങൾ ശ്രമിക്കാം. അമ്മയും കുഞ്ഞിൻ്റെയും കാര്യം, കുഞ്ഞിന് എന്തായാലും 8 മാസമായിട്ടുള്ളൂ, 9 മാസമായതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറയണം. ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. ഏതായാലും കണ്ണൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, മഹിയെ അവിടെ നിർത്തിയത് എന്നിങ്ങനെ പറയണം കേട്ടോ. കുഞ്ഞില്ലാത്ത മഹിയെ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ശരി, ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ ഇച്ഛായനോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാ പള്ളികളിലും പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇന്ന് കൊണ്ടുപോവാണ്. കണ്ണൻ എപ്പോഴും അവിടെ തന്നെ വേണം, മഹി കാണുമ്പോൾ കണ്ണനെ ആയിരിക്കാം കാണുന്നത് എന്ന് പറയണം കേട്ടോ. ശരി എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണൻ പോവുകയാണ്. അതേസമയം തന്നെ മോഹിനി മഞ്ജുവും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യുക, അവൾ അങ്ങനത്തെ ഒരു ജമ്മുമായി മോളെ, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവൾ ഒരിക്കലും അനുസരിക്കില്ല എന്ന് പറയണം. ഒരു അനുസരിക്കരുതായ്മേ ഇല്ല, ശീലിക്കാത്തത് എല്ലാം മാറ്റാൻ പറ്റും, അവളെ കൊണ്ട് അതിന് കഴിയുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് കരുണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മഹിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മഹിയെ കൊണ്ടുവരുമ്പോൾ മഞ്ജു മോഹിനിയും കൂടി മഹിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. മോഹിനിയുടെ കൈ പിടിച്ചിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഒരു അർദ്ധമയക്കത്തിൽ തന്നെ കേട്ടോ. കുഴപ്പമില്ല അമ്മയെന്നിങ്ങനെ പറയണ പോലെ തന്നെയാണ് കേട്ടോ. അതേസമയം മഞ്ജുവും കരയാണ് കേട്ടോ മഹാലക്ഷ്മിയെ കണ്ടിട്ട്. അതേസമയം കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ്. കണ്ണനെ കണ്ടത് മഹി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കണ്ണൻ ഓടിപ്പോയിട്ട് മഹിയുടെ കൈ പിടിക്കുകയാണ് കേട്ടോ. കൈ പിടിച്ചിട്ട് കുഴപ്പമില്ല എന്നിങ്ങനെ പറയണ പോലെ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. മഞ്ജുവും മോഹിനിയും ഒക്കെ കരയാണ്. പിന്നീട് മഞ്ജുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അതേസമയം ജയിലിൽ 2 പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എന്നാലും ആ മാർക്കോ എന്ന് പറഞ്ഞവനെ ആദ്യം കൊല്ലണമായിരുന്നു. അതിന് ശേഷമേ നമുക്ക് ഒരിക്കലും അവനുള്ളിടത്തോളം കാലം കണ്ണനെയും മഹാലക്ഷ്മിയും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയണ്ട. നീ എന്തിനാണ് എൻ്റെ പേര് പറഞ്ഞത്, അതാണല്ലോ പ്രശ്നം എന്ന് പറയണം. നിൻ്റെ മോള് കാരണമാണ് ഇത്രയും പ്രശ്നം വന്നത്, ഞാൻ അവളോട് വീണ്ടും പറഞ്ഞതാണ് എന്ന് വാമദേവൻ പറയണം. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ നിൻ്റെ മോളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപൻ പറയും, നീ ഇത്തിരി മിണ്ടാതിരിക്കുക, ഞാൻ എന്തോ ബുദ്ധിയില്ലാത്ത സമയത്ത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് നീ എങ്ങനെ എൻ്റെ പേര് പറയും, നീ അല്ലെങ്കിലേ എന്നെ കൊലയാളി എന്ന് പറഞ്ഞിരുന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം എന്ന് ആലോചിക്കാം. ഏതായാലും കോടതിയിൽ പോകുമ്പോഴെങ്കിലും നീ പറയണം ഇതെല്ലാം വെറുതെയാണ് എന്ന്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസല്ലേ ഇത്, ഞാൻ നിനക്ക് പൈസ തന്നിട്ടും കൊട്ടേഷൻ തന്നിട്ടും ഇല്ല എന്ന് നീ പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ. അവർ എന്തായാലും 2 പേരും ദൈവം തീരുമാനിച്ചതാണ് അവർ ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ തകർക്കാൻ നടന്നിട്ട് ഒരു കാര്യമില്ല, അതൊരിക്കലും നടക്കുകയില്ല. അതുകൊണ്ട് കോടതിയിൽ പോകുമ്പോഴെങ്കിലും നീ പറയണം, ഏതായാലും നമ്മളെവിടെയായി
എൻ്റെ സീമന്തനിൻ്റെ കാര്യം എന്താണെന്നറിയില്ല. മകനാണെങ്കിൽ മേലോട്ട് നോക്കിയിട്ട് ഇരിക്കുകയാണ്. അവരിനി എങ്ങനെ ജീവിക്കുമെന്നും അറിയില്ല. ആ വരുമാനം നിലച്ചു. എനിക്ക് എന്ത് ചെയ്യണം തന്നെ അറിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ജയിലിൽ പരിതാപം പറയുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മഹിക്കും കുഞ്ഞിനും ഒരാപത്തും വരരുതേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ആ ദിവ്യശക്തിയുള്ള അമ്മ അങ്ങോട്ടേക്ക് വരിക. മോനെ, ഒരു കുഴപ്പമില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. മഹിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കും. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം മോൻ എന്തായാലും ശരി അവിടെ നിർത്താൻ പാടില്ലായിരുന്നു. മോൻ്റെ കൂട്ടുകാരനും ഭാര്യയും വന്നിരിക്കുന്നത് അവർ ഈ സമയത്ത് മോൻ്റെ ഒരു നല്ല സമയത്തായിരുന്നു. അവിടെ തന്നെ നിർത്തണമായിരുന്നു. ഏതായാലും ശരി, മോന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം മുഴുവൻ മോന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയണേ കേട്ടോ. കണ്ണൻ വീണ്ടും വീണ്ടും ആ അമ്മയുടെ കാലിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം പറഞ്ഞിട്ട് തൊഴുതാണ് കേട്ടോ. അമ്മ പറയും, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. മോൻ എന്തായാലും മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോകണം. അവളുടെ കണ്ണ് തുറക്കുമ്പോൾ മോനെ കാണണം എന്നിങ്ങനെ പറയണേ കേട്ടോ. പിന്നീട് കണ്ണൻ അങ്ങനെ റൂമിൽ വരികയാണ്. അവരുടെ വീട്ടിൽ വന്നിട്ട് ആ പൂജ അയ്യപ്പ ഉണ്ടല്ലോ, ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അവിടെ വന്നിട്ട് കണ്ണൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ 41 ദിവസം വ്രതം എടുത്തിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനും എൻ്റെ മഹിക്കും ഒന്നും ഇല്ലാതിരിക്കണം എങ്കിൽ ഞാൻ അവിടെ വന്ന് അയ്യപ്പനെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശിയും കരുണയും കൂടി ജാമ്യത്തിന് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെയും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പോലീസുകാരൻ പറയും, നിങ്ങൾക്ക് നാണമില്ലേ ഇവരുടെ കേസുമായിട്ട് വരാൻ? ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ഇവരുടെ അച്ഛനും അമ്മാവനും ജയിലിലാണ്. അവരെല്ലാ കുറ്റവും സമ്മതിച്ചല്ലോ, പിന്നെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, എൻ്റെ ജോലി ഇതാണല്ലോ, എനിക്ക് വന്നല്ലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഏതോ ഒരു കാലത്ത് ഒരു 20 വർഷം മുമ്പുള്ള കേസല്ലേ, അതിനെന്താ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, തെളിവേ ആ മഹാലക്ഷ്മി ഉണ്ട്. ആ ഒരു 5 വയസ്സായ കുട്ടിക്ക് ഇത്രയും ഓർമ്മയുണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. അതെല്ലാം ഓർമ്മ തന്നെയാണ്, തെളിവുള്ളത് മഹാലക്ഷ്മി അവിടെയുണ്ട്. ഇവളെന്നാൽ ഇവളുടെ ചേച്ചിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോടതി വെച്ചിട്ട് കാണാം എന്തായാലും എന്ന് പറയണം കേട്ടോ. ഒരിക്കലും അവരുടെ കാര്യം നടക്കില്ല എന്ന് അഡ്വക്കേറ്റിന് തീരുമാനിക്കുകയാണ്. പിന്നീട് കരുണ പോയിട്ട് പ്രതാപനെയും വാമദേവനെയും കാണുകയാണ് കേട്ടോ. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവൻ്റെ കാല് പിടിച്ചിട്ടെങ്കിലും നീ ഇതൊരു കാര്യം ചെയ്യാമായിരുന്നില്ലേ മോളെ, നീ എന്താ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പ്രതാപനും വാമദേവനും അതേപോലെ തന്നെ പറയുകയാണ് കേട്ടോ. ഒരുപാട് സങ്കടത്തോടു കൂടി പറയുകയാണ്. ജാമ്യം കിട്ടില്ല എന്നുള്ളത് അവർക്ക് ഏകദേശം ഉറപ്പായി. അതുപോലെ തന്നെ അനന്തും ഇങ്ങനെ പറയാണ് കേട്ടോ. അനന്തും ഇങ്ങനെ ലേഖയോട് പറയുന്നുണ്ട്, എന്തായാലും ശരി അവരെ ജയിലിൽ തന്നെ കയറ്റണം, അവരെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ അനുവദിക്കരുത്, അത് അവനോട് പ്രത്യേകം പറയണമെന്ന് പറയണം കേട്ടോ. ലേഖയ്ക്കാകെ കരുണയെ കണ്ടു കഴിഞ്ഞാൽ അത്രയും കരി പൂണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ കണ്ണൻ ആശുപത്രിയിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ മഹിയെ ഓപ്പറേഷൻ ചെയ്യാണ്. ഓപ്പറേഷൻ ചെയ്തിട്ട് മഹിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ആ കണ്ണൻ്റെ കൈകളിലേക്ക് എത്തുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ അമ്മ അവിടെ അമ്പലത്തിലിരുന്ന് പ്രാർത്ഥിക്കും എന്ന് അത്രയും വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ അമ്മയുടെ ദിവ്യശക്തിയാൽ മഹിക്കും കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കില്ല. ചാനലൊന്ന് ലൈക്കും ചെയ്ത് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.